അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ മൻസൂർ മണ്ണാർക്കാട്. പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നിവിടെ പരാമർശിക്കുന്ന വിഷയം കോഴിക്കോട് പാലക്കാട് റൂട്ടിലോടുന്ന സന ബസിൻ്റെ തെമ്മാടിത്തങ്ങൾ. ആ രൂപത്തിലേ പറയാൻ കഴിയുള്ളൂ. ഇന്ന് 30ഓളം ആളുകൾക്ക് മാരക പരിക്കേൽക്കുന്ന രീതിയിൽ സന ബസ് ഒരു വാഹനത്തെ അമിത വേഗതയിൽ ഓവർടേക്ക് ചെയ്തുകൊണ്ട് KSRTC ബസ്സിലിടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. കോഴിക്കോട് പാലക്കാട് റൂട്ടിലെ 140 കിലോമീറ്ററിനുള്ളിൽ ദിനേന അവരുടെ അക്രമങ്ങൾ നാട്ടുകാർ കാണുന്നതാണ്. KSRTC ബസ്സുമായിട്ടും മറ്റു ബസ്സുകളുമായിട്ടും യാത്രക്കാരുമായിട്ടും അവർ ദിനേന അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. സന ബസിൻ്റെ അക്രമങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ അമിത വേഗതയോ അവരുടെ ജീവനക്കാരുടെ അക്രമമൊക്കെ പത്രമാധ്യമങ്ങളിൽ വാർത്തയായതുമാണ്. എന്നിട്ടും അധികാരികൾ കണ്ണടക്കുന്നു. നിങ്ങൾ ആദ്യം ഇന്ന് നടക്കുന്ന ആ അപകടത്തിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഈ വീഡിയോ സൈഡ് വ്യൂ ആയത് കാരണം അത്ര തന്നെ അറിയുന്നില്ല എങ്കിൽ പോലും ഒരു കാറിനെ വളവിൽ ഓവർടേക്ക് ചെയ്തുകൊണ്ട് അമിത വേഗതയിൽ പോയ സന ബസ് KSRTC ബസ്സിലിടിക്കുകയും 2 ബസ്സിലെയും യാത്രക്കാർക്കാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. 30ഓളം ആളുകൾ പരിക്കുകളേറ്റ ആശുപത്രികളിലാണ്. സന ബസ് എന്നല്ല, ഒരു വാഹനവും വളവിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന ഗതാഗത നിയമം കാറ്റിൽ പറത്തിക്കൊണ്ടും ഇതുപോലെ നിരന്തരം റോഡുകളിൽ അപകടമുണ്ടാക്കുന്ന രീതിയിൽ പൗരൻ്റെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന വിധത്തിൽ സന ബസിൻ്റെ അമിത വേഗതയും അക്രമവും ദിനേന നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു കാര്യം കൂടി ഇതിലൂടെ സൂചിപ്പിക്കുവാനുണ്ട്. കോഴിക്കോട് പാലക്കാട് റോഡ് ഇപ്പം നവീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അശാസ്ത്രീയമായ റോഡ് പണിയുടെ അശാസ്ത്രീയത കാരണം പനയമ്പാടത്ത് ദിനേന എന്ന പോലെ അപകടങ്ങൾ ഉണ്ടാവുന്നു. ഇപ്പോൾ ലാസ്റ്റ് റോഡിൽ ഗ്രിപ്പ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് എന്തോ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗ്രിപ്പൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇരുചക്ര വാഹനങ്ങൾക്ക് അത് കാരണം യാത്ര ചെയ്യുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ പനയമ്പാടം മാത്രമല്ല, കോഴിക്കോട് പാലക്കാട് മണ്ണാർക്കാട് പാലക്കാടിനുള്ളിൽ റോഡിൻ്റെ അശാസ്ത്രീയത വിവാദം. കോഴിക്കോട് പാലക്കാട് റൂട്ടിലെ മണ്ണാർക്കാട് നിന്ന് തുടങ്ങുന്ന പാലക്കാട് വരെയുള്ള 40 കിലോമീറ്റർ റോഡിൻ്റെ അശാസ്ത്രീയത ദിനേന എന്ന പോലെ അവിടെ അപകടങ്ങൾ പെരുകുന്നുണ്ട്. അതെല്ലാം പത്രമാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നതുമാണ്. അധികാരികൾ കണ്ണടയ്ക്കുന്നു, അല്ലെങ്കിൽ അത് കണ്ടില്ലെന്ന് നടിക്കുന്നു. ഇപ്പോൾ അവർ അപകടമുണ്ടാക്കുന്നില്ലെങ്കിൽ യാത്രക്കാരുടെ മെക്കിട്ട് കയറിയിട്ടോ, അല്ലെങ്കിൽ KSRTC ബസ്സുകാരോട് മെക്കിട്ട് കയറിയിട്ടോ, അല്ലെങ്കിൽ മറ്റു ബസ്സുകളോടോ ഓട്ടോകളോടോ ടാക്സികളോടോ മെക്കിട്ട് കയറിയിട്ടോ അവരുടെ ആ ഒരു സ്വഭാവം നിലനിർത്തുകയാണ്. അത് നിർത്തപ്പെടേണ്ടതുണ്ട്. ഇതിന് അധികാരികളും പോലീസും ഇതിന് തക്കതായ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പൊതുജനം അവരെ നിലക്ക് നിർത്തുകയും മര്യാദ പഠിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് പ്രത്യേകിച്ച് ഈ മണ്ണാർക്കാട് പരിസരത്ത് കണ്ടുവരുന്നത്. ദയവ് ചെയ്ത് അധികാരികൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുമെന്നും സന ബസിനെ നിലക്ക് നിർത്തുമെന്നും വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ പറയാനുള്ളത്. സന ബസിൻ്റെ അക്രമങ്ങൾ ഇനിയും തുടരാതിരിക്കുവാൻ വേണ്ടി മാത്രം ഇത് കാണുന്നവർ ഷെയർ ചെയ്യുക. അധികാരികളുടെ മുമ്പിൽ എത്തുന്നത് വരെ. സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.